ചേട്ടാ, ഇന്ന് രാവിലെ തൊട്ട് വരുന്ന ഒരു വാർത്തയാണ്. അതായത് വെനസ്വേലയിലെ എണ്ണ ഇനി US കമ്പനികൾ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. അത് ട്രംപ് തന്നെയാണ് ആ പ്രഖ്യാപനം നടത്തിയേക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചുരുക്കത്തിൽ മനസ്സിലാക്കണ്ടേ? വെനസ്വേല ഇപ്പം അവരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്നു. എങ്ങനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനെ നോക്കിക്കാണേണ്ടത്? ഇതിനെ നോക്കിക്കാണുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അമേരിക്ക സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മാറി മാറി വരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ, എനിക്കന്ന് ബറാക് ഒബാമ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഒരു മാറി ചിന്തിച്ച്. അതിനു മുമ്പുണ്ടായിരുന്ന ജോർജ് ബുഷൊക്കെ ഈ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അപ്പം നമ്മൾ ജോർജ് ബുഷിനെ എടുത്തിരുന്നാലും ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ട്രംപിനെ എടുത്തിരുന്നാലും ട്രംപ് ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് തങ്ങളെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോയിരിക്കുന്നത്. ഇപ്പം നമുക്ക് സിംപ്ലി പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് മറ്റു രാജ്യത്തെ പ്രസിഡന്റുമാരെ സ്ഥാനഭ്രഷ്ടരാക്കുക. ഇപ്പം നമുക്ക് ഇറാഖിൽ സംഭവിച്ചത് ബുഷിന്റെ നേതൃത്വത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. സദ്ദാം ഹുസൈനെ അവിടെ നിന്ന് വേട്ടയാടുന്നു. അവിടെ ആണവശേഖരം ഉണ്ട് എന്ന് കരുതിയിട്ട് സദ്ദാം ഹുസൈൻ അവിടെ വേട്ടയാടുന്നു. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ആർക്കൊപ്പമാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപ് ആരുടെ ഒരു ക്ലച്ചസിലായിരുന്നു, അല്ലെങ്കിൽ ട്രംപ് ആർക്കൊപ്പമാണ് നിന്നത് നമുക്കറിയാം. പിന്നെ നോർത്ത് കൊറിയ അടക്കമുള്ള ആളുകളെല്ലാം കൂടി ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും അവിടുത്തെ ആണവ ഊർജത്തെ തകർക്കുക അല്ലെങ്കിൽ അവിടുത്തെ ആണവ റിയാക്ടറുകൾ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ അവിടേക്ക് ശ്രമിച്ചത്. അപ്പം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാലഘട്ടത്തിലും അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ സാമ്രാജ്യത്വ ശക്തി എന്നുള്ള നിലയിൽ അമേരിക്കയെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. എവിടെയും കടന്നു കയറിക്കൊണ്ട് അവിടുത്തെ ഒരു എന്താണ് അവിടുത്തെ ടിപ്പിക്കലായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പം ബ്രിട്ടനൊക്കെ എങ്ങനെയായിരുന്നു ഇത് ചെയ്തത്? ഇവിടെ വന്ന് ഇവിടുത്തെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സാധനം, ഇന്ത്യയിൽ വന്നായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് എങ്ങനെയാണ്? ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ്, സ്പൈസസ് ആണ്. അപ്പൊ ആ സ്പൈസസിന്റെ മേലെ പിടിമുറുക്കാൻ വേണ്ടിയിട്ട് അവർ കമ്പനി ഇട്ടിട്ട് തുടർന്ന് നമ്മുടെ ഭരണ സംവിധാനത്തെ അവർ പിടിച്ചടക്കുകയാണ് അവർ ചെയ്തത്. എന്ന് പറയുന്ന പോലെ ഒരു രാത്രിയിൽ വരുന്നു, മഡുറോയെ പോലെയുള്ള അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പിടിച്ച് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ജയിലിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ടൺ കണക്കിന് കൊക്കൈൻ ഇവിടേക്ക് അമേരിക്കയിലേക്ക് കടത്താൻ ശ്രമിക്കുന്നു. അവിടെ അപ്പോൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി സ്വീകരിക്കുന്നു. ഇതല്ലേ പലപ്പോഴും ഇറാഖിനെതിരെ അമേരിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധം. ഇത് സത്യത്തിൽ എങ്ങനെ ഇത് അംഗീകരിക്കാൻ കഴിയും? തന്നെയല്ല, ഇവിടെ എന്താണ് ശരിക്കും വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം വെനസ്വേലയിൽ എന്താണ് ശരിക്കും ഉള്ളത്? എണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് രാഷ്ട്രത്തെക്കാളും ഇപ്പൊ സൗദി അറേബ്യ, നമ്മളെല്ലാം സൗദി അറേബ്യ, ഇറാഖ്, റഷ്യ ഇവരൊക്കെയാണ് എണ്ണ ശേഖരത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മൾ കരുതുന്നെങ്കിലും പക്ഷെ വെനസ്വേലയുടെ പേര് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. അതേസമയം വെനസ്വേലയിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഉള്ളത്. ഏകദേശം 303 ട്രില്യൺ ബില്യൺ ആണ് അവിടുത്തെ ഇതിന്റെ ബാരലാണ് അവിടുത്തെ അളവെന്ന് പറഞ്ഞാൽ. അതൊരിക്കലും ഈ പറയുന്ന മറ്റ് ഏത് രാജ്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാലും അതിനൊക്കെ കൂടുതലാണ് ഇത്. അപ്പൊ ഇതിലേക്കാണ് ഇവരുടെ ഇതിലേക്ക് കണ്ണ് വെച്ചുകൊണ്ട് അതായത് വൻകിട അമേരിക്കൻ കമ്പനികൾ ഇവിടേക്ക് പണം ഇറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഒരു സർവാധിപത്യത്തിലേക്ക് ഇവരെത്തണം. അപ്പൊ ഈ അമേരിക്കൻ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനികളല്ല, അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികൾ ഇവരിലേക്ക്, അതായത് ഈ വെനസ്വേല എന്ന് പറയുന്ന ഇത് തെക്കൻ അമേരിക്കയിൽ വരുന്ന ഒരു സ്ഥലമാണ്, രാജ്യമാണ്. അപ്പൊ അവിടേക്ക് ഇവർ പണം ഇറക്കാൻ തയ്യാറാണ്. പക്ഷെ പണം ഇറക്കാൻ തയ്യാറാകുമ്പോൾ നിലവിലത്തെ വെനസ്വേലയുടെ ഒരു രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് പരിതാപകരമാണ്. എന്തുകൊണ്ടാണ് ഷാവേസിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് അവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഇപ്പൊ കേരളത്തിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഈ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കുന്നതിന് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാഷ്ട്രം പോകുന്നു. പിന്നെ വേറൊരു പ്രശ്നം, വെനസ്വേലയിലെ എണ്ണ എന്ന് വെച്ചാൽ വലിയ കാര്യമായി എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. അതായത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം പണിപ്പെടേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി കുറേയധികം രാസപ്രവർത്തനങ്ങളും രാസവസ്തുക്കളും ഒക്കെ ഇതിനെ റിഫൈൻ ചെയ്യുന്നതിന് ആവശ്യമായി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു പ്രസക്തി ഇതിന് ലഭിക്കുന്നുമില്ല. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എണ്ണയുടെ കാര്യത്തിൽ ഒരു ശക്തമായ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇതൊരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അമേരിക്ക ഇങ്ങനെ ലോക പോലീസിങ് ചമഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ട്രംപിന് നോബൽ സമ്മാനം കിട്ടാത്തതിനുള്ള ഒരു ചുരുക്ക് ഇതിനകത്തൊക്കെ തീർക്കുന്നതാണ്. അമേരിക്കയ്ക്ക് ഏത് രാജ്യത്തിനെടുക്ക വേണമെങ്കിലും ഈ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്താം. അതായത് ഇവരുടെ കയ്യിൽ ഇയാളെ നയിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭരിക്കുന്ന ആരാണ്? BJP ആണ്. പ്രസിഡന്റ് ഉണ്ട്, നമുക്ക് ദ്രൗപദി മുർമു, പ്രധാനമന്ത്രിയുണ്ട് നരേന്ദ്രമോദി. മറ്റ് ഇന്ത്യയുടെ ഒരു രീതി അനുസരിച്ചിട്ട് ഇവിടെ പ്രധാനമന്ത്രിക്കാണ് പ്രാധാന്യം.
എന്നുവെച്ചാൽ മൊത്തത്തിൽ ഒരു ഭരണം നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ദ്രൗപദി മുർമുവിനാണ് ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് പ്രാധാന്യമെങ്കിലും ഭരണ നിർവഹണം എന്ന് പറഞ്ഞ ഇവരാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ, ഒതുക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അവിടെ എന്ത് കള്ളത്തരവും പറയാം. നാളെ നമ്മുടെ ഇന്ത്യ ആവാം. ഇവിടെ ഇന്ത്യയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയെ ബ്ലോക്ക് കഴിഞ്ഞ് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് അവരെത്തിച്ചേരും. ഈ രീതിയിൽ എല്ലാ ലോകരാജ്യങ്ങളിലേക്കും ഇങ്ങനെ ഒരു കടന്നുകയറ്റം വരും കാലങ്ങളിൽ അമേരിക്ക നടത്താനുള്ള സ്ഥിതിവിശേഷം സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനിയിപ്പോ ക്യൂബയിലേക്കാണ് അവരുടെ നോട്ടം. ക്യൂബ, കൊളംബിയ എന്നീ പറയുന്ന രാജ്യങ്ങളിലേക്കൊക്കെ ഇവരുടെ ഒരു നോട്ടം എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ഇപ്പൊ പറയുന്നത് ക്യൂബ ആ പാടെ പൊളിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്കൊരു കടന്നുകയറ്റം നടത്താം. അങ്ങനെ ഒരു കടന്നുകയറ്റം നടത്തിക്കൊണ്ട് അതിനെയും പിടിച്ചെടുക്കാം. അവിടെ നിന്ന് തനത് വരുമാനം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനിക്ക് അവിടെ മുതൽ മുടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ അവിടെ ഒരു വിഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും ക്യൂബ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. അതെല്ലാം എന്നിട്ട് പറയുന്നത് എന്താണ്, അവിടെ ക്യൂബയിൽ ഇപ്പോൾ പഴയ സാമ്പത്തിക അവസ്ഥയൊന്നുമില്ല, ക്യൂബ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്യൂബ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ക്യൂബയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു നടപടിക്രമങ്ങളുമായിട്ട് പോകുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ശരിക്കും അമേരിക്ക ചെയ്യുന്നത്. വെനസ്വലയിലും അങ്ങനെയാണ് ചെയ്തത്. വെനസ്വല സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ വെനസ്വലയിൽ ഇഷ്ടം പോലെ ഇതുണ്ട്. ഏകദേശം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ 17% ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന വെനസ്വല എന്ന് പറയുന്നത്. ലോകത്തെമ്പാടും ഉണ്ടാക്കുന്നതിന്റെ 17%. മറ്റുള്ള രാജ്യങ്ങൾ GDP അനുസരിച്ച് നോക്കിയാലും ഇവിടെ കൂടുതലാണ്, വെനസ്വലയിൽ കൂടുതൽ. അപ്പം എന്തുകൊണ്ടും തകർക്കാൻ പറ്റിയ ഒരു രാജ്യമാണ്. അപ്പൊ അവിടേക്ക് നുഴഞ്ഞുകയറ്റം നടത്തി. എന്നിട്ട് വെനസ്വല എന്ന് പറയുന്ന രാജ്യത്തെ മഡൂരോയെ പോലുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് നടത്തിരുന്നു. ഇത് അതിഭീകരമായ രാഷ്ട്രീയ പ്രതിസന്ധി രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നു. ഇതിലൂടെ ഒരു മൾട്ടിനാഷണൽ കമ്പനികളുടെ, അതായത് അമേരിക്കൻ കമ്പനികളുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഈ ഇതിന് മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നു. അല്ലാതെ എണ്ണ എടുത്തുകൊണ്ട് പോയിട്ട് നാളെ ട്രംപിന് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാനല്ല ഇത് ആരൊക്കെ എവിടേക്കാണോ ഈ എണ്ണകൾ എത്തേണ്ടത് ആ പറയുന്ന കമ്പനികളിലേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഇവർക്ക് ഈ കമ്പനികൾക്ക് ഇതിനെ ചൂഷണം ചെയ്യാൻ കഴിയുന്നു. ഇപ്പൊ നമ്മള് ബ്രിട്ടീഷ് സർക്കാർ വന്നിട്ട് ഇവിടെ വന്നു, അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി. ഈ കമ്പനിയിലൂടെ എന്ന് വെച്ചാൽ അതൊരു മൾട്ടി ലെവൽ കമ്പനിയാണ്. ഈ കമ്പനിയിലൂടെ ഇത് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചിട്ട് പതുക്കെ അതിനെ വിഴുങ്ങുക ചെയ്തത്. അതിന് എന്ന് പറയുന്ന പോലെ അമേരിക്ക ആവർത്തിക്കുന്നു. ട്രംപ് എന്ന് പറയുന്ന ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുറെ മൾട്ടിനാഷണൽ കമ്പനികൾ കളിക്കുന്ന ഒരു കളി എന്നുള്ള നിലയിൽ മാത്രമാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് അമേരിക്കയുടെ സൈന്യത്തെ വിന്യസിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അമേരിക്കയുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നത്. എന്നിട്ട് ഒന്നുകിൽ ഈ പറയുന്ന ഭരണാധികാരികളെ കൊന്നുകളയാൻ ഇപ്പം ജയിലിൽ കിടക്കുകയല്ലേ, അവരെ ഈസിയായി തട്ടിക്കളയാൻ പറ്റുമോ അവർക്ക്? പിന്നെ നമ്മൾ നോക്കിയപ്പം ഇവിടെ സംഭവിച്ചത്, ഇറാഖിൽ സംഭവിച്ചത്, ഇറാനിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ഇറാനിന് ഭയപ്പെടുത്താൻ കഴിഞ്ഞു, അമേരിക്കയെ ഭയപ്പെടുത്താൻ കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഇറാനിലേക്ക് എത്തിയത് അമേരിക്ക ഇസ്രായേൽ വഴി ഇറാനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്ന് ഇപ്പം പൊതുവിൽ അവർ പറയുന്നത് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇറാനിലേക്ക് ഉള്ള ഒരു നുഴഞ്ഞുകയറ്റമാണ് ശരിക്കും അമേരിക്ക ശ്രമിച്ചത്. പക്ഷെ അമേരിക്ക ജിദ്ദയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇത് കാരണം, അതായത് ഇറാൻ അവിടെ ജിദ്ദയിൽ ഉണ്ടായിരുന്ന അമേരിക്കന്റെ ക്യാമ്പ് ആക്രമിച്ചതോടുകൂടി ഇറാനെ പേടിയായി. എന്നിട്ട് അമേരിക്കയ്ക്ക് വെല്ലുവിളി കൊടുത്തു, നിങ്ങളുടെ പട്ടാളക്കാരുടെ ശവശരീരവും വഹിച്ചുകൊണ്ടുള്ള കപ്പൽ നിങ്ങളുടെ തീരത്തേക്ക് അണയും, അത് നിങ്ങൾക്ക് അത് സംഭവിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുമാറിക്കോളുക എന്ന് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അപ്പൊ ആ മുന്നറിയിപ്പിൽ ട്രംപ് ഒന്ന് കിടുങ്ങിപ്പോയി. കാരണം ഈ കാര്യം വളരെ വേഗത്തിലായിരുന്നു ഈ ജിദ്ദയിലെ അവരുടെ ക്യാമ്പ്, അമേരിക്കൻ ആർമിയുടെ ക്യാമ്പ് ആക്രമിച്ചത്. പക്ഷെ ഒരാൾക്കും അവിടെ ദോഷം ഉണ്ടാകാത്ത രീതിയിൽ അവർ അറ്റാക്ക് ചെയ്തു. ഇതിൽ പേടിച്ചുപോയി. ഇത് ഈ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഭയമുണ്ടായി. ഇത് തൊട്ടാൽ കൈകൊള്ളുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് പിന്നീട് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോയത്. പക്ഷെ ഇസ്രായേൽ അതിനൊന്നും അംഗീകരിച്ചില്ല. ഇസ്രായേൽ അപ്പോഴും ഇറാഖിനെതിരായിട്ടുള്ള അക്രമങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. പക്ഷെ നമ്മളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ഏത് രാജ്യത്തെയും ബാധിക്കാവുന്ന സംഭവങ്ങളാണ്. ഇപ്പം മാർപ്പാപ്പ പോലും ഇത് ശരിയായ നടപടിയല്ല, അത് വെനസ്വേല ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്നുള്ള നിലയിൽ നിലനിൽക്കണം എന്ന് മാർപ്പാപ്പ പോലും പറയുകയുണ്ടായി, അഭിപ്രായ പ്രകടനം നടത്തി. ലോകരാജ്യങ്ങൾ പലതും ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല തീരുമാനങ്ങൾ എടുക്കുകയും പല സ്റ്റാൻഡുകൾ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ പലയിടങ്ങളിലും ശക്തമായ ഒരു പ്രക്ഷോഭവുമായി മുന്നോട്ട് പോയി. എന്നാൽ ചില മുരട്ടുവാദികൾ ചോദിക്കാം, അങ്ങ് വെനസ്വേലയിൽ ഇത് നടക്കുന്നതിന് ഇവിടെ പ്രക്ഷോഭം നയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില മുരട്ടുവാദികളുണ്ട്. ഇത്
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, അതിന്റെ ഒരു ഭരണാധികാരി മറ്റൊരു രാജ്യത്തെ കടന്നാക്രമിക്കുമ്പോൾ എല്ലാ ലോകക്രമത്തിനനുസരിച്ചിട്ട് ലോകരാഷ്ട്രങ്ങളിൽ ഇതിന്റെ ചലനം ഉണ്ടാകണം. ആ എന്നാ ഇപ്പൊ ഇവിടെയൊക്കെ ഇന്ത്യയിൽ പണ്ട് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന സമയത്ത്, ജോർജ് ബുഷ് അറ്റാക്ക് ചെയ്ത് കൊന്ന സമയത്ത് ഇവിടെ ഇടതുപക്ഷ പാർട്ടികൾ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ വെല്ലുവിളിയാകുന്നത്? ഇത് വെല്ലുവിളിയാണ്. ഇത് ഇന്ത്യയിൽ, കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇത് പല രാഷ്ട്രങ്ങളിലും ഇത് സംഭവിക്കണം. അതായത് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമെന്നുള്ള നിലയിൽ പല രാഷ്ട്രങ്ങളിൽ സംഭവിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം, രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇത് പലയിടത്തും സംഭവിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാളെ ഇന്ത്യയിൽ സംഭവിക്കാം, ഇപ്പൊ പാകിസ്ഥാനിൽ സംഭവിക്കാം, നമ്മുടെ ശ്രീലങ്കയിൽ സംഭവിക്കാം, തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ സംഭവിക്കാം, ഏത് രാജ്യത്ത് ഇത് സംഭവിക്കാം. കാരണം ആ ഭരണാധികാരിയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് തീർന്നു, അവിടെ അവസാനിക്കുന്നു. ഭരണാധികാരിയെ കീഴ്പ്പെടുത്തി ഭരണാധികാരിയെ എവിടെയെങ്കിലും മടക്കി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ ഭരണമാണ് അവിടെ. അമേരിക്കയുടെ ഭരണാധികാരികൾക്ക് അവിടെ ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്നിട്ട് അവിടുത്തെ വിഭവങ്ങളെ കൊള്ളയടിക്കുക എന്ന് പച്ചയ്ക്ക് പറഞ്ഞ കൊള്ളയടിക്കുക, ചൂഷണം ചെയ്യുക എന്നാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ എന്താണോ ഏതൊരു രാജ്യത്തിന്റെയും അടിസ്ഥാനപരമായ ഒരു സോഴ്സസ് അല്ലെങ്കിൽ ഒരു സ്രോതസ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് അതിനെ ഊറ്റിക്കൊണ്ടു പോകാനും അതിനെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട്, അമേരിക്കൻ കുത്തക കമ്പനികൾ എന്ന് പറയാം, കോർപ്പറേറ്റ് കമ്പനികൾ, അവയ്ക്ക് വേണ്ടിയിട്ട് ഇതിനെ വിനിയോഗിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന ലോകക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ്. ഇത് നാളെ ഇന്ത്യയിൽ സംഭവിക്കാം, വേറെ ഏത് രാജ്യത്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് ഇതുവരെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. അതൊക്കെ എത്രയും വേഗം വ്യക്തമാക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പ്രതിഷേധം അറിയിക്കേണ്ടതുമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വെനിസ്വേല സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിളായിട്ട് ഉള്ളൊരു ടേക്ക്.